ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ 2 ദിവസമായിട്ട് മഴ തകർത്ത് പെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ മഴയത്ത് നമുക്ക് കുറച്ച് കപ്പയും മീൻ പൊള്ളിച്ചതും കഴിച്ചാലോ? നൈറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കായിരുന്നു. ഉച്ചയ്ക്ക് പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് കരിമീനല്ല കേട്ടോ, കരിമീൻ്റെ ഒരു ഡ്യൂപ്പ് പിലോപ്പി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കണ്ടേ. വേപ്പില ഇപ്പോൾ പുറത്ത് പോയിട്ട് ഒടിച്ചിട്ട് വന്നതാണ്. പിന്നെ അത് കഴുകിയോണ്ട് അതിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു. നേരത്തെ കഴുകി വെച്ച വേപ്പിലയാണെങ്കിൽ പിന്നെ നമുക്ക് അത്രയും പ്രശ്നമില്ല. വലിയ മീനായതുകൊണ്ട് നമുക്ക് 2 എണ്ണം വെച്ചിട്ടാണ് പാനിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ 2 എണ്ണം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. മീൻ മറിച്ചിടലൊരു ടാസ്ക്കായിരുന്നു. ഇപ്പോൾ 2 വശവും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് എടുത്തിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് മീൻ ഇട്ട് കൊടുക്കാം. ഇത് എടുക്കാനും അത്യാവശ്യം പണിയുണ്ട് കേട്ടോ. ഒന്നാമത്തത് ഇത് നല്ല വലിയ മീനാണ്. മൊത്തത്തിൽ 5 മീനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 3 കൂടി ഒറ്റ ട്രിപ്പാക്കി ഇടാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ പിന്നെ ഇനി 2 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരെണ്ണമായിട്ട് എടുക്കണമല്ലോ. അപ്പോൾ 3 കൂടി ഇട്ട് കൊടുത്തിട്ടാ. എൻ്റെ ഹസ്സിന് മീൻ ഒരുപാട് ഇങ്ങനെ മുരിയണത് ഇഷ്ടമല്ല. അതുകൊണ്ട് ആൾക്ക് ഒരെണ്ണം അത്യാവശ്യം മുരിയാതെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി 2 മീനും നന്നായിട്ട് മുരിയിച്ചിട്ട് അതും കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള ഗ്രേവി ഒന്ന് റെഡിയാക്കിയെടുക്കാം. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഗ്രേവി റെഡിയാക്കണത്. സവാളയും ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഉപ്പ് ഞാൻ അധികം ഇട്ടിട്ടില്ല. ഇനി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാമല്ലോ. അപ്പോൾ അത് സവാളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കുതിരാനായിട്ട്. അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കുറച്ചുകൂടി നന്നായിട്ട് അപ്പോൾ ഒരു കൊഴുപ്പും കിട്ടുമല്ലോ, അതിനും പിന്നെ ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിരുന്നത് അതും ഇട്ട് കൊടുത്ത് ഇപ്പോൾ എല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ അധികം എരിവൊന്നും വേണ്ടാത്തതുകൊണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെപ്പർ പൗഡറും മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. മസാല നമ്മൾ നന്നായിട്ട് മീനിൽ പുരട്ടി വെച്ചിരുന്നതാണ്. സ്പൈസി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി മസാലകളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ കുറച്ച് ഒന്ന് ചെറുതായിട്ട് തിളച്ചാൽ മതി. അപ്പോഴത്തേക്കും നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഗ്രേവി സെറ്റായിട്ടുണ്ട്. എനിക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കേട്ടോ കേട്ടത്. മുരിക്കണം, നല്ല മസാല വേണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാളയും ഒരു തക്കാളിയും റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. വാഴയില ഞാൻ നേരത്തെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഗ്രേവിയും മീനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒരു 5 ഇല നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഗ്രേവി ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കാം. അടുത്തത് അതിലേക്ക് ആ മീനൊന്ന് എടുത്ത് വെക്കാം. വീണ്ടും കുറച്ച് ഗ്രേവി കൂടി അതിൻ്റെ മീതേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് സവാളയും തക്കാളിയും അതിൻ്റെ മീതെ 2-3 പീസ് എടുത്ത് വെക്കാം. എന്നിട്ട് വാഴയിലയുടെ തണ്ടിയിൽ നിന്ന് കുറച്ച് വള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വള്ളി വെച്ച് തന്നെ പൊതിഞ്ഞിട്ട് കെട്ടി കൊടുക്കാം.
അങ്ങനെ ഇതേ 5 മീനും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് ഒന്നുകൂടി നമ്മൾ ചൂടാക്കി അപ്പുറത്തേക്കൊക്കെ മറിച്ചിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ആ ഒരു മീനെടുത്ത് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് ചെയ്യണം, ഒരുപാട് കൂട്ടിയിട്ട് ചെയ്യരുത്, അപ്പം ഈ ഇലയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് കുറച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ മറിച്ചിടലൊരു ടാസ്ക്കാണ്. ഇത് ഞാൻ കാണുമ്പോൾ എനിക്ക് മറ്റേ മാനാർമത്തായി സ്പീക്കിങ്ങിൽ ഇന്നസെൻ്റ് ലാസ്റ്റ് ഒരു നോക്കുത്തിയായിട്ട് ഇങ്ങനെ കിടന്ന് മൽപ്പിടുത്തം പിടിക്കൂല, അതേപോലെ ഇരുന്ന് ഞാനും ഈ മീനും. ഞാൻ ഇങ്ങോട്ട് മറിക്കാൻ നോക്കുമ്പോൾ ആ മീൻ അങ്ങോട്ട് പോകും. അങ്ങനെ ഒരു മൽപ്പിടുത്തത്തിൻ്റെ ലാസ്റ്റ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്ന് ചൂടാകണം നന്നായിട്ട്. പുറത്താണെങ്കിൽ നല്ല മഴ തോന്നിട്ടില്ല, ഇങ്ങനെ തുള്ളിയിട്ടിങ്ങനെ നിൽക്കുന്നു, പിന്നെ നന്നായിട്ട് പെയ്യും, അങ്ങനെയൊക്കെ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതായത് നല്ല മഴയത്ത് നല്ല ചൂടൻ മീൻ പൊള്ളിച്ചത് ഇതേ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കഴിക്കണേന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കോമ്പിനേഷനായിട്ട് നല്ല കപ്പ തോരനായിരുന്നേ, നല്ല കുഴഞ്ഞിരിക്കണ കപ്പ. ആ കപ്പയും മീനോടിയും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.